സാക്ഷ്യമായിട്ട് അറിയിക്കും. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമീപമായിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. കൃപയാലയമായ കാലം തിരുവചനമായ നിങ്ങളും ഭാഗ്യങ്ങളുടെ ഒരു പ്രാവശ്യം നിൽപ്പാനിടെ സ്വർഗീയ പിതാവിന്റെ ചുറ്റും അവസരം ലഭിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അയക്കുന്ന ബഹുമാനിയായ ദേവദാസന്മാർ എല്ലാ പ്രിയപ്പെട്ടവർക്കും വരുന്നതിനായി സുഹൃത്തുമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. ഒരാഴ്ച ശേഷമായിട്ട് ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് എടുത്തുവാൻ തക്കണം ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടി നൽകുവാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നിയല്ലോ. നമ്മുടെ കണ്ണിനെ കണ്ണീരിൽ നമ്മുടെ കാലിനെ വീഴ്ച നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് നമ്മൾ ദൈവത്തിന്റെ ജീവനാഥത്തിൽ നമ്മുടെ പ്രാണനെ കെട്ടി ശത്രു കാണാതെ ദുഷ്ടം തൊടാതെ ഈ മരുഭൂമിയിൽ എത്രത്തോളം ജീവോത്സവമായി നടത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. നാം പാടിയതുപോലെ നമ്മിലെ ഭക്തർ നമ്മിലെ ശക്തർ വീട് തകർന്നി പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം വീരപൂമാൻ പേരിൽ വീണവരിൽ. എന്നാൽ കാലാകാലങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ ഇമ്പസ്വരം കേട്ടുകൊണ്ട് ആഴിയം നോക്കാതെ ആഴം ആരാതെ കർത്താവിന്റെ ഇമ്പസ്വരം കേട്ട് അവരെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഇന്നുവരെയും ജയോത്സവമായി അവൻ നമ്മെ നടത്തി. ഒന്നിനും കുറവില്ലാത്തവരായി ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്തവരായി സകലത്തിനും വേണ്ടതെല്ലാം നൽകി ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി ഈ മൺകൂടാരത്തെ മരുഭൂമിയിൽ എത്രത്തോളം നടത്തുവാൻ നമ്മുടെ പൊതു ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് അവകാശമുണ്ട്. നമ്മളെക്കാൾ ശക്ത നമ്മളെക്കാൾ ഭക്തന്മാരായവർ നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചവർ അനേകർ ഇവിടെ ഇടറി വീണിട്ടുണ്ട്. അനേകർ തകർന്ന് താഴ്ന്നു പോയിട്ടുണ്ട്. താണും വീണും പോകാതെ ഈ മരുഭൂമിയിൽ ഇത്രത്തോളം ജീവോത്സവമായി നമ്മെ വഴിനടത്തിയില്ലേ. ദൈവത്തിന്റെ വലിയ കൃപ എത്ര വലുതാ. നമ്മുടെ താഴ്ന്നു പോകാമായിരുന്ന അനേക സാഹചര്യങ്ങളുണ്ടായിരുന്നു. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു അവങ്കിലേക്ക് നോക്കുവാൻ പ്രകാശിതരായി അവൻ മുകളിൽ ചുറ്റി പോകുവാൻ ഇടവന്നതുമില്ല. ഈ എളിവൻ നിലവിളിച്ചു സകല കഷ്ടങ്ങളിൽ അവൻ വിട്ടുവെച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റുപാളെ ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. കാലാകാലങ്ങൾക്ക് മുൻപ് ഈ യഹോവയെ രുചിച്ചറിയുവാൻ അവൻ നമുക്ക് ഭാഗ്യം നൽകി. അവൻ നൽകിയ ഭാഗ്യ പദവിയാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. മറന്നു പോകരുത്. ഹൃദയത്തിനകത്ത് നന്ദി നിറയുന്നുണ്ടെങ്കിൽ അകത്തളത്തിൽ നന്ദി നിറയുന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. യഥാർത്ഥമായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു ഭക്തന്റെയും ജീവിതയാത്രയിൽ ഒരു പ്രയാസങ്ങൾ വന്നെങ്കിൽ അതിലൊന്നും താഴ്ന്നു പോകുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ദൈവത്തെ സേവിക്കുവാൻ യഥാർത്ഥമായി തിരിച്ചിട്ടുള്ള ഭക്തന്മാരുടെ പരാജയത്തിന്റെ ചരിത്രം ഈ തിരുവചനം വിളിച്ചു പറയുന്നില്ല. തിരുവചനവാദിയോടൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുവാൻ ഇറങ്ങി തിരിച്ച എല്ലാവരുടെയും ജയത്തിന്റെ കഥകൾ മാത്രമേ തിരുവചനം പറയുന്നുള്ളൂ. താൽക്കാലികമായ പരാജയങ്ങൾ, താൽക്കാലികമായ വിഷമങ്ങൾ, ജീവിതയാത്രയിൽ ബുദ്ധിമുട്ട് എന്നിരിക്കാം. എന്നാൽ ആത്യന്തികമായി ദൈവം നമ്മോട് കൂടെയുണ്ട്. മറന്നു പോകരുത്. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത കർത്താവ് അവൻ നമ്മോട് കൂടെയുണ്ട്. തിരുവചനം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആദിപിതാവായ അബ്രഹാം മുതൽ അങ്ങോളം ഇങ്ങോളം സകലരുടെയും ദൈവം നടത്തിയ വിജയത്തിന്റെ കഥകൾ മാത്രമേ തിരുവചനം പറയുന്നുള്ളൂ. ആരുടെയും പരാജയത്തിന്റെ കഥ പറയുന്നില്ല. കാരണം എന്റെ കർത്താവ് പരാജയത്തിന്റെ അല്ല, എന്റെ കർത്താവ് ജയിച്ച കർത്താവ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്ന അബ്രഹാമിന് മടിനിറയ മക്കളെ നൽകിയ ദൈവ ഗരാറിന്റെ ദേശത്ത് ക്ഷാമകാലത്ത് വിതച്ച ഇസ്ഹാക്കിന് മടിനിറയ 100 പേരെ നൽകിയ കർത്താവ്. ഒരു വഴിയുമായി യാബോക്ക് കിടന്നവനെ 2 കൂട്ടമായി തിരിച്ചു വരുത്തിയ കർത്താവ്. ദോദാന്റെ പൊട്ടക്കിണറ്റിൽ കിടന്ന് നിലവിളിച്ച യോസഫിനെ ഈജിപ്തിലെ മന്ത്രി പദത്തിലേക്ക് പിടിച്ചുയർത്തിയ കർത്താവ്. കർമ്മേലിന്റെ മുകളിൽ കരഞ്ഞവന് വേണ്ടി ആകാശം കീറിമുറിച്ചു തീരക്കിയ കർത്താവ്. അപ്പനും അമ്മയുമില്ലാത്ത എസ്തോറിന് 127 സംസ്ഥാനങ്ങൾ വാണരുള്ളത് അഹശ്വേരോശിന്റെ പട്ടമഹിഷ്യാക്ക് പ്രസാദം തോന്നിയ കർത്താവ്. കാലാപുരക്കുവാൻ അവകാശം ചോദിച്ച രൂത്തിനെ കാലാന്തരത്തിൽ ആ തോട്ടത്തിന് ഉടമസ്ഥയാക്കിയ കർത്താവ്. ഈ കർത്താവ് നിങ്ങളുടെ ചെറിയ പ്രശ്നത്തിന് മതിയായവരല്ലേ? നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണ് നിങ്ങൾ കരുതെങ്കിലും എന്റെ കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായ കർത്താവാണ്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കെ. എത്ര പ്രാവശ്യം തല താഴെ പോകാമായിരുന്നു, എത്ര പ്രാവശ്യം നിരാശകളെ മൂടിക്കളയാമായിരുന്നു. എന്നാൽ അവയിലൊന്നിൽ പോലും താണം വേണം തകർന്നു പോകുവാൻ അനുവദിക്കാതുണ്ട്. ഈ ദാശത്ത് നിങ്ങളെ തലയുയർത്തിയ ദൈവം എത്ര ശ്രേഷ്ഠനാണ്. ശ്രദ്ധയ്ക്കായി നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത് വാക്യം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത് വാക്യം. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു.
കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നു. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യമാണ് വായിച്ചത്. കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ എന്ത് ചെയ്യും? കരകവിഞ്ഞൊഴുകുമായിരുന്നു. കൊയ്ത്ത് കാലത്തോ ദേശത്ത് നന്മ പ്രാപിക്കേണ്ട സമയത്തോ ദേശം ഒരു സമൃദ്ധിയിലേക്ക് വരേണ്ട സമയത്തോ വിളവ് മനോഹരമായി ദേശത്ത് നിൽക്കുന്ന സമയത്തോ എന്തു ചെയ്യും? കൊയ്ത്തു കാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നു. കരകവിഞ്ഞൊഴുകുന്ന ഒരു യോർദാൻ, യോർദാൻ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതിന് വിട്ട് പുറത്തേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ അതിന് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്ന എന്നൊരു അർത്ഥമാണ് ഇതിന് വരുന്നത്. നോക്കുക, യോർദാൻ എല്ലാ കൊയ്ത്ത് കാലത്തും എന്ത് ചെയ്യും? അവൻ അത് കരകവിഞ്ഞൊഴുകുകയാണ്. ദേശത്തിന്റെ ഒരു നന്മ അല്ലെങ്കിൽ ദൈവം ദേശത്തിന് കൊടുത്തിരിക്കുന്ന നന്മയെ പ്രാപിക്കാതെ വണ്ണം ദൈവജനത്തിന് മുന്നിൽ അല്ലെങ്കിൽ ജനത്തിന് മുൻപിൽ ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? യോർദാൻ കരകവിഞ്ഞൊഴുകുകയാണ്. യോർദാൻ എന്ന് പറയുന്ന പദം തന്നെ തിരുവചനത്തിൽ വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ യോർദാൻ നദി പല തരത്തിലും പല സാഹചര്യങ്ങളിലും പല അർത്ഥത്തിലാണ് വിവക്ഷിക്കപ്പെടുന്നത്. നോക്കുക, ഈ യോർദാൻ എന്ന് പറയുന്ന പദം ഏകദേശം 190 പ്രാവശ്യം തിരുവചനത്തിൽ പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ 175 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 15 പ്രാവശ്യവും, അങ്ങനെ 190 പ്രാവശ്യം തിരുവചനത്തിൽ ആദ്യമായിട്ട് എന്ത് പറയുന്നുണ്ട്? യോർദാൻ എന്ന് പറയുന്ന പദം പറയുന്നുണ്ട്. യോർദാൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് തിരുവചനത്തിൽ വരുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് യോർദാൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് തിരുവചനത്തിൽ വരുന്നത്. വേഗത്തിൽ നിന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലോത്ത് നോക്കിയിട്ട് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും എന്താണെന്ന് കണ്ടു? നീരോട്ടമുള്ള ദേശമെന്ന് കണ്ടു. വായിച്ചാട്ടെ. ആയിരുന്നു. വായിച്ചാട്ടെ. അവർ തമ്മിൽ പിരിഞ്ഞു. വിളിക്കേട്ടിറങ്ങി അബ്രഹാമിന്റെ കൂടെ, വിളി കേൾക്കാതെ ഇറങ്ങി തിരിച്ച ലോത്ത് കൂടെ യാത്ര ചെയ്തു. കൂടെ യാത്ര ചെയ്ത ജീവിതത്തിൽ ഒരു നല്ല സാഹചര്യം മുന്നിൽ കണ്ടപ്പോൾ യോർദാന്റെ പ്രദേശത്തുള്ള നല്ല നീരൊഴുക്ക് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? ലോത്ത് യോർദാനരികെയുള്ള പ്രദേശം, നീരോട്ടമുള്ള ദേശം തിരഞ്ഞെടുത്തു. വിളി കേട്ട് അബ്രഹാമിന്റെ കൂടെ നിൽക്കേണ്ട ആ ലോത്ത് എന്ത് ചെയ്തു? അവർ തമ്മിൽ വേർപിരിഞ്ഞു. യോർദാൻ ഒന്ന് വിളിച്ചു പറയുന്നു വേർപാടിന്റെ പ്രദേശമാണ്. യോർദാൻ വിളിച്ചു പറയുന്ന ഒന്നാമത്തെ സന്ദേശം ഇത് വേർപാടിന്റെ സ്ഥലമാണ്. ആരൊക്കെ തമ്മിൽ ഈ ലോകത്തിന്റെ നീരോട്ടമുള്ളവർ, ഈ ലോകത്തിന്റെ നീരോട്ടം നോക്കി ഈ ലോകത്തിന്റെ ലോത്തുമാർ ഇടറി വീഴുമ്പോൾ അബ്രഹാം മനോഹരമെന്ന് തോന്നിക്കാത്ത ഹെബ്രോനെ തിരഞ്ഞെടുക്കുവാൻ അവന് പ്രസാദം തോന്നി. നോക്കണേ, ഈ ലോകത്തിന്റെ നീതിമാന്മാർ, ഈ ലോകത്തിന്റെ ലോത്തുമാർ എന്ത് ചെയ്തിരിക്കുന്നു? യോർദാന്റെ നീരോട്ടമുള്ള പ്രദേശത്തെ തിരഞ്ഞെടുത്തു. നാം പാടിയ പാട്ട് അങ്ങനെയാണ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നോക്കണേ, നമ്മുടെ കൂട്ടത്തില് വിശ്വാസ ജീവിതത്തിലേക്ക് കാലടികൾ ഒരുമിച്ചെടുത്തു വെച്ചവർ, നമ്മുടെ കൂടെ സ്നാനപ്പെട്ടവർ, ഒരേ പായലിരുന്ന് ആരാധിച്ചവർ അനേകർ പിൻവാങ്ങി ഇടറി വീണു. അവർ ഈ ലോകത്തിന്റെ നീരോട്ടമുള്ള പ്രദേശങ്ങൾ തിരഞ്ഞുപോയി. എന്നാൽ കൃപയാൽ ഇന്നും ഹെബ്രോനിൽ ദൈവം നമുക്ക് കൃപ നൽകി. അത് ദൈവം നൽകിയ ദാനമാണ്. അത് ദൈവത്തിന്റെ കൃപയാണ്. അനേകർ വീണെടുത്ത് നാം വീടാതെ നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ ദയത്രേ. നോക്കണേ, യോർദാന്റെ അരികെയുള്ള നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ലോത്ത് യാത്രയായി തീർന്നു. എന്നാൽ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം കനാനിൽ പാർത്തു. തിരഞ്ഞെടുപ്പുള്ളവൻ അറിയാം എങ്ങോട്ടാ പോകേണ്ടത്. തിരഞ്ഞെടുപ്പുള്ളവൻ അറിയാം എവിടെയാ താമസിക്കേണ്ടത്. എങ്ങോട്ടാ വിളി കെട്ടിയിട്ടുള്ളവൻ അറിയാം. വിളി കെട്ടിയവൻ വിളി കിട്ടിയ ദേശത്തേക്ക് പോകും. എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ അനുസരണത്തോടെ ഇമ്പവിളി കേട്ട് പുറകിലെ യേശുവിന്റെ ദൈവത്തിന്റെ പുറകിൽ ഇറങ്ങി തിരിച്ച ദൈവമക്കളെ, നാം എവിടെയാണ് നിൽക്കേണ്ടത് നാം അറിഞ്ഞിരിക്കണം. നമുക്ക് ദൈവം ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട്. യോർദാന്റെ നീരോട്ടമുള്ള പ്രദേശം നമുക്കുള്ളതല്ല, നമുക്കുള്ളത് ഹെബ്രോനാണ്. ഒന്നാമത്തെ കാര്യം അവിടെ കഴിഞ്ഞു. രണ്ടാം, യോർദാനെ വീണ്ടും പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 32-ലാണ്. യോർദാൻ ഏകദേശം നിരവധി യാബോക്ക് നദി ഉൾപ്പെടെ നിരവധി പോഷക നദികളുള്ള ഒരു നദിയാണ് യോർദാൻ നദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൊയ്ത്ത് കാലത്തൊക്കെ കരകവിഞ്ഞൊഴുകുന്നത്. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഹെർമോനി മലനിരകളിലാണ്. ഏകദേശം സമുദ്രനിരപ്പിൽ 1200 അടി ഉയരത്തുള്ള ഹെർമോനി മലനിരകൾ, മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഈ ഹെർമോനി മലനിരകൾ, ഇവിടെ കൊയ്ത്ത് കാലത്ത്, അതായത് ഏകദേശം വേനൽക്കാലം എടുക്കുന്ന സമയത്ത് സൂര്യന്റെ ചൂടേറ്റ് മഞ്ഞെല്ലാം ഉരുകാൻ തുടങ്ങും. ഈ മഞ്ഞെല്ലാം ഉരുകുന്നത് കൊണ്ട് ഇത് നദിയിലേക്ക് വന്ന് പതിക്കും. ഇത് നദിയിൽ വന്ന് പതിച്ച് ഇത് കരകവിഞ്ഞൊഴുകും. കുലംകുത്തി ഒഴുകി ഇത് ചാവുകടലിൽ ചെന്ന് പതിക്കും. ഇതാണ് യോർദാന്റെ ഒരു സംക്ഷിപ്ത ചരിത്രം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്തു? ഇതിന്റെ ഒരു
പോഷക നദിയായ യാബോക്കിന്റെ കടവിൽ വെച്ചോ എന്ത് ചെയ്തു? യാക്കോബിന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. മനസ്സാന്തരത്തിന് അനുഭവം വിളിച്ചു പറയുന്ന സ്ഥലമാണ് 2 യോർദാൻ എന്ന് പറയുന്നത്. ആദ്യം വേർപാട്, 2 മനസ്സാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരെയും യാക്കോബായിരുന്നവൻ ഇസ്രായേൽ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ ദൈവവും മനുഷ്യരുമായി മല്ലുപിടിച്ച് ജയിച്ചത് കൊണ്ട് ഇനി നീ യാക്കോബ് എന്നല്ല, നീ ഇസ്രായേൽ എന്നറിയപ്പെടും. പ്രിയരേ, നമ്മുടെ പലരുടെയും പേര് മാറിയത് ഇവിടെ വെച്ചാണ്. നമ്മുടെ പലരുടെയും പേര് നാമധേയങ്ങൾ മാറിയത് ഇവിടെ വെച്ചാണ്. നമ്മുടെ ആരുടെ യോഗ്യതയല്ല ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ അവൻ നമ്മെ ഓമനെ പേർച്ചൊല്ലി വിളിച്ചത് ഇവിടെ വെച്ചാണ്. മറന്നു പോകരുത്. സമയം വേഗത്തിൽ കടന്നു പോകുന്നില്ല. നമുക്ക് വായിക്കാം. അടുത്തത് ശത്രു പാർക്കുന്ന സ്ഥലമാണ് ഈ യോർദാൻ എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായം 29 വായിച്ചാൽ, വായിക്കേണ്ട സമയം പോകുന്നു. സംഖ്യാപുസ്തകം 13-29 വായിച്ചു കഴിഞ്ഞാൽ ശത്രു പാർക്കുന്ന സ്ഥലമാണ് യോർദാൻ എന്ന് പറയുന്നത്. കനാന്യർ പാർത്തിരുന്ന, ശക്തന്മാരായിരുന്ന കനാന്യർ പാർത്തിരുന്ന സ്ഥലമാണ് യോർദാൻ എന്ന് പറയുന്നത്. എന്നാൽ അവകാശ ദേശം പ്രാപിച്ചപ്പോൾ കനാന്യരെ യോർദാന്റെ തീരത്തു നിന്ന് നീക്കിക്കളയുവാനായിട്ട് ദൈവം തന്റെ ജനത്തിന് ഭാഗ്യം കൊടുത്തു. ശത്രുവിന്റെ ശക്തി കണ്ടുകൊണ്ട്, യോർദാന്റെ വൻകാടുകളെ കണ്ടുകൊണ്ട് നാം ഭയപ്പെട്ട് മാറി നിൽക്കേണ്ടവരല്ല. കൊയ്ത്ത് കാലത്ത് എന്റെ നന്മയെ പിശാച് മുടക്കി കളയുവാൻ നോക്കുമ്പോൾ അവനെതിരെ പോരടിച്ചു നിന്ന് സ്വന്തം നന്മയെ വീണ്ടെടുക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. വേഗത്തിലേക്ക് നാം വായിച്ച പദത്തിലേക്ക് കടന്നു വരാം. വിടുതലിന്റെ സ്ഥലമാണ് യോർദാൻ. അതാണ് നാം വായിച്ചത്. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത് വാക്യം. ഒന്നുകൂടി വായിച്ചാട്ടെ. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത് വാക്യം. ഈ കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കരകവിഞ്ഞൊഴുകും. നോക്കണേ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹെർമോന്യ മലനിരകളിൽ ഉത്ഭവിച്ചിട്ട് ശക്തി പ്രാപിച്ച കുലക്കുത്തി ഒഴുകി വരികയാണ് യോർദാൻ എന്ന് പറയുന്ന നദി. എന്തിനു വേണ്ടി? ദേശത്തിന് നന്മയെ ഒഴുക്കിക്കൊണ്ട് കളയുവാനായിട്ട്. ദേശം നന്മ പ്രാപിക്കുന്നതിന്, വ്യക്തി ജീവിതങ്ങൾ നന്മ പ്രാപിക്കുന്നതിന് തടസ്സമായി ഒരു നന്മ നീ ചെത്തി പിടിച്ചു എന്ന് വരുന്ന സാഹചര്യത്തിൽ ഒരു നന്മയിലേക്ക് നീ കൈവച്ചു എന്ന് തോന്നുന്ന സമയത്ത് നിന്റെ നന്മകളെ എന്ത് ചെയ്യും? യോർദാൻ, കുലക്കുത്തി ഒഴുകുന്ന യോർദാൻ എന്ത് ചെയ്യണം? ഒഴുക്കി കൊണ്ടുപോവുകയാണ്. ഇന്ന് പകൽ വിളിച്ചു പറ, ദൈവത്തിന്റെ പരാക്രമശാലികൾ എവിടെ? ഗിദെയോനെ പോലെയുള്ള വീരന്മാരെവിടെ? ഞാൻ കൊയ്തെടുത്ത എന്റെ നന്മ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? കൊയ്ത്തളത്തിൽ അതിനെ ചവിട്ടിക്കൊണ്ടിരുന്ന പോലെ എന്റെ പ്രിയരെ, നാം നേടിയ നന്മ, ദൈവം നമുക്ക് നൽകിയ നന്മ ഒരു ശത്രുവിന് വിട്ടുകൊടുക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാക്രമശാലികളായി ദൈവത്തിന്റെ വീരന്മാരായി ദൈവത്തിനായിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു ശത്രുവിനും ഇതിന്മേൽ അവകാശമില്ല. നമ്മുടെ തലമുറകളെ ഒഴുക്കി കൊണ്ടുപോകുവാൻ, നാം പ്രാപിച്ച നന്മകളെ ഒഴുകിക്കൊണ്ടു പോകുവാൻ യോർദാൻ എത്ര ശക്തിയോടെ വരട്ടെ. എന്നാൽ പട്ടകം ചുമക്കുന്ന പുരോഹിതനുണ്ടോ? പട്ടകം ചുമക്കുന്ന പുരോഹിതനേക്കാൾ കുലകുത്തി ഒഴുകുന്ന ഈ യോർദാന്റെ തീരത്തിലേക്ക്, യോർദാന്റെ വെള്ളത്തിലേക്ക് ഒന്ന് ചവിട്ടട്ടെ. മേൽവെള്ളം ചുരപോലെ നിൽക്കും. എത്ര ശക്തിയേറിയ സാത്താന്യ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിന് നേരെ അടിയേർച്ചു കഴിഞ്ഞാൽ അതിനെ ചുരപോലെ നിർത്തുവാൻ ദൈവത്തിന്റെ പുരോഹിതന് നിയമപ്പെട്ടകുണ്ടെങ്കിൽ സാധിക്കുമെന്ന് മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമായി ദൈവത്തിന്റെ പെട്ടകം എത്തിക്കൊണ്ട് യോർദാനിലേക്ക് ഇറങ്ങുക. യോർദാൻ ഒഴുക്കിനെ തടയുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. നിയമപ്പെട്ടമുള്ളിടത്തെല്ലാം അനുഗ്രഹമുണ്ട്. ദൈവപ്പെട്ടമുള്ളിടത്തെല്ലാം, പുരോഹിതന്മാരുള്ളിടത്തെല്ലാം ദൈവം ഒരു അനുഗ്രഹം കൽപ്പിച്ചാക്കി വെച്ചിട്ടുണ്ട്. നോക്കണേ, അതിന്റെ അടുത്ത പദം എന്ന് പറയുന്നത് യോർദാൻ അന്യാരാധനയുടെ ശക്തി ഉടഞ്ഞു പോയ മണ്ണാണ് യോർദാൻ എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് 33-ാം അധ്യായത്തിന്റെ 51 അങ്ങനെ വായിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ ഒരു കാര്യം അറിയാം. ഈ യോർദാന് സമീപത്ത് ഒരു പ്രദേശമുണ്ട്. അതിന്റെ പേരാണ് അസ്തോദ്. അസ്തോദ്, ഈ അസ്തോദിൽ ഒരു സാത്താന്യ ശക്തിയുണ്ട്, ഒരു അന്യാരാധന ശക്തിയുണ്ട്. അതിന്റെ പേരാണ് ദാഗോൻ എന്ന് പറയുന്നത്. നോക്കണേ, നിയമപ്പെട്ട യോർദാന് സമീപത്തുള്ള ഈ പ്രദേശത്ത് ഈ അസ്തോദിന്റെ ക്ഷേത്രത്തിൽ, ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി എന്ത് വെച്ചിരിക്കുകയാണ്? നിയമപ്പെട്ടകം വെച്ചിരിക്കുകയാണ്. നിയമപ്പെട്ടകം വെച്ചിരിക്കുകയാണ്. അന്യാരാധന ശക്തി തലകുത്തി വീണു. എന്തിനു മുന്നില്ല? നിയമപ്പെട്ടകത്തിന് മുന്നിൽ. എന്റെ പ്രിയരെ, അന്യാരാധന ശക്തികൾ അത്ര ശക്തമായി, യോർദാന ശക്തികൾ അത്ര ശക്തമായി നിങ്ങൾക്കെതിരെ നിൽക്കട്ടെ. അതിനെ തലകീഴിൽ കടപുഴക്കി വീഴിക്കുവാനായിട്ട് എന്റെ ദൈവം ഇന്നും ശക്തനാണ്. നിങ്ങൾ നിയമപ്പെട്ടകൾ കയ്യിലെന്തോ, നിങ്ങളൊരു പുരോഹിതനാകുക, നിങ്ങൾ ദൈവത്തിന്റെ വീരന്മാരാകുക, പരാക്രമശാലികളാകുക. അന്യാരാധന ശക്തികൾ അതിന്റെ ശക്തിയോട് എതിർക്കാൻ സമയം നിൽക്കുന്ന സമയത്തോ അതിനെ വീഴിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. തീർന്നില്ല, ഇതിനോട് ചേർന്നുള്ള മറ്റൊരു പട്ടണമാണ് എരിഹോ. എരിഹോവിനൊരു മതിലുണ്ട്. ഭക്തന്മാർ നന്മ പ്രാപിക്കുന്നതിന് വിരോധമായി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഒരു വലിയ മതില്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കുക. അഭിഷേകമുള്ള ഒറ്റ ഒരുത്തൻ മതി പടക്കൂട്ടത്തിന് നേരെ ഒറ്റയ്ക്ക് നിൽപ്പാനായിട്ട്. അഭിഷേകമുണ്ട്. അകത്തളത്തിൽ ദൈവശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഈ മൺകൂടാരത്തിൽ അത്യന്ത ശക്തിയുണ്ട്. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാൻ ഈ ഒരൊറ്റ വ്യക്തി മതി. 1000 പേർ വേണ്ട.
നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ദൈവമേഖല നീ ഒറ്റ ഒരാൾ മതി. യഹോവയുടെ ശക്തികളെ പിടിച്ചടക്കുവാൻ, മതിലിനെ ചാടി കടക്കുവാൻ, മതിലിനെ വീഴിക്കുവാൻ ഇന്ന് നമ്മൾ വിളിച്ചു പറയട്ടെ. നിങ്ങൾ ഒരൊറ്റ ഒരാൾ മതി. യോർദാന്റെ ശക്തികൾ എത്ര വലുതായിക്കൊള്ളട്ടെ, അതിനെ ഉടച്ചു കളയുവാൻ എന്റെ ദൈവം ശക്തനാണ്. അവസാനമായിട്ട് പറയുന്നത് യോർദാൻ പിന്മാറ്റത്തിന്റെ മണ്ണ് കൂടിയാണ്. യോർദാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ യോർദാൻ ഒരു പിന്മാറ്റത്തിന്റെ മണ്ണാണ്. യോർദാൻ വാഗ്ദത്ത ദേശത്തേക്ക് കടന്നവർ തിരിച്ചുപോയ സ്ഥലമാണ്. മനശ്ശെ ഗോത്രം, യൂബിയർ, ഇവരെല്ലാം എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരിക്കൽ യോർദാൻ കടന്നിട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. സംഖ്യാപുസ്തകം 22 പുസ്തകം 22:5 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവർ തിരിച്ചുപോയ മണ്ണാണ്. മാത്രമല്ല രൂത്തിന്റെ 1:1 വായിക്കുന്നു, മോവാബിലേക്ക് അവർ തിരിച്ചുപോയി. ഒരിക്കൽ കടന്നു വന്ന യോർദാനെ വീണ്ടും കടന്നെത്തിയിരിക്കുകയാണ്. അവർ തിരിച്ചു പോയിരിക്കുന്നു. ഒരു തരത്തിൽ പിന്മാറ്റത്തിന്റെ മണ്ണാണ്. നോക്കണേ പ്രിയരെ, നാം എവിടെ ആയിരിക്കുന്നു മറന്നു പോകരുത്. ഈ യോർദാൻ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണെന്ന് മറന്നു പോകരുത്. നമുക്കിതൊരു പിന്മാറ്റത്തിന്റെ മണ്ണാണോ? ഇത് അന്യാരാധന ശക്തികൾക്ക് മുമ്പിൽ നിങ്ങൾ വിറകൊള്ളുന്ന സ്ഥലമാണോ? അതിനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അന്യാരാധനകളെ തകർത്തുകൊണ്ട് ഈ ദേശത്ത് നിങ്ങൾ ആയിരിക്കുന്ന മണ്ണിൽ നമുക്കൊരു ജയം നേടുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. മറന്നു പോകരുത്. അവസാനമായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നോക്കണേ, ഇതൊന്ന് വായിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെ വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 2:11-13. 2 രാജാക്കന്മാർ നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിഅശ്വങ്ങളും വേർപിരിച്ചു. ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിലെ 7 തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ നിന്ന് വീണ പുറപ്പെടുത്ത് മടങ്ങി ചെന്ന് യോർദാൻ അരികെ നിന്ന് യോർദാനെ അടിച്ചു. നോക്കണേ, യോർദാൻ എന്ന് പറയുന്ന മണ്ണ് പുറപ്പാടിന്റെ മണ്ണാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ പദം ഇവിടെ ആയിരിക്കണം. യോർദാന്റെ മണ്ണ് ഇവിടെ നിന്ന് നാം പറന്നു പോകാനായിട്ടുള്ള ഒരു മണ്ണാണ്. ഇവിടെ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുവാനായിട്ടല്ല. ഏലിയാവിനോട് ചോദിക്കുക. ഏലിയാവ് പറയും, നീണ്ട വർഷങ്ങൾ സൈന്യങ്ങളുടെ യഹോവയ്ക്ക് സേവനം ചെയ്തു. ആഹാബ് അവന്റെ രഥത്തിൽ കയറ്റാതെ, എന്നെ അവന്റെ രഥത്തിൽ കയറ്റാതെ ഈ ദേശത്ത് നിന്ന് ഉപേക്ഷിച്ച് കളഞ്ഞ പോലെ അവന്റെ രഥം ഓടിച്ച് കടന്നുപോയി. എന്നാൽ എനിക്കൊരു സത്യം അറിയാം, ഈ ലോകത്തിന്റെ രാജാവായ ആഹാബിന്റെ രഥത്തിൽ എന്നെ കേട്ടിയില്ലെങ്കിലും സാരമില്ല. സ്വർഗത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് അഗ്നിമയമായ തരാളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഈ യോർദാനിൽ നിന്ന് എനിക്കൊരു ഉയർപ്പുണ്ട്. ഇവിടെ നിന്ന് ഞാൻ പറന്നു പോകും. ഞാൻ ഇവിടെ നിന്ന് പറന്നു പോകും. ഈ മരണ യോർദാൻ കടന്നതിന് ശേഷമായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് ഞാൻ വേഗം കടന്നു പോകും. ഇത് കാണുന്ന എലീശയ്ക്ക് ഒരു സന്തോഷമുണ്ട്. ഭക്തൻ കടന്നു പോയതുപോലെ ഒരു ദിവസം ഞാൻ കടന്നു പോകും. എന്റെ പ്രിയരെ, ഈ മണ്ണിൽ നാം ഒരു ദിവസം കടന്നു പോകും. ഇസ്രായേലിന് ദൈവം കൽപ്പിച്ചാക്കിയിരുന്ന 2 കാഹളമാണ്. ഗംഭീരധ്വനിയായ കാഹളമൂതാണ്. ഗംഭീരധ്വനിയായ കാഹളമൂതുമ്പോൾ കൂട്ടത്തിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കൂടാരത്തിന്റെ കുറ്റി അങ്ങോട്ട് വലിച്ചൂര് അതിനെ വേഗത്തിൽ ചുരുട്ട് തോളിൽ വെക്കും. പാളയം പുറപ്പെടും. എന്റെ പ്രിയരെ, ഗംഭീരധ്വനിയായ കാഹളമൂതായി ഈ കൂടാരത്തിന്റെ കുറ്റി നിങ്ങൾ ഈ മണ്ണിനോട് ഉറപ്പിക്കും തോറും ഇവിടെ നിന്ന് പൊങ്ങാനുള്ള സാധ്യത കുറവാണ്. എത്ര കണ്ട് ഇതിനെ കുറച്ചുറപ്പിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ വേഗത്തിൽ ഇവിടുന്ന് പുറപ്പെടും. ആകയാൽ കൂടാരത്തിന്റെ കുറ്റി യോർദാന്റെ മണ്ണിനോട് ഉറപ്പിക്കാതെ വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി നമുക്ക് യാത്ര ചെയ്യാം. ദൈവം നമ്മെ കുറിച്ച് ആക്കിയിരിക്കുന്ന ഒരു വാഗ്ദത്ത കനാനുണ്ട്. ഇസ്രായേലിലെ തേരാളിയുമായവൻ അവനും ചെയ്തിരിക്കുന്ന അഗ്നിമയമായ പേരുകളാൽ നമ്മെ എതിരേൽക്കുവാൻ വേഗത്തിൽ ഈ മണ്ണിലേക്ക് കടന്നു വരും. അവനെ വരവെങ്കിൽ നമുക്ക് എല്ലാവർക്കും എടുക്കപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ചോദിച്ച ദൈവദാസൻ സഭയ്ക്കുന്ന നേരിട്ട് വാക്കിലേക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം നമുക്ക് കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മേക്കാൾ ഭക്തന്മാർ, നമ്മേക്കാൾ ശക്തന്മാർ വീണുപോയ പോർക്കളത്തിൽ ജയോത്സവമായി നമ്മെ നടത്തുവാൻ, വീടാതോടെ നമ്മെ നിർത്തുവാൻ കർത്താവ്